ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ചെറിയൊരു ഹോം ടൂറാണ് കേട്ടോ. എനിക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ഡ്രീം ഹൗസ് എന്ന് പറയുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ദാണ്ടെ ഈ ഒരു ചെറിയൊരു മുറിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി അലങ്കോലമായിട്ടൊക്കെ കിടക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒരു കട്ടിലുണ്ട്, ഒരു അലമാരിയുണ്ട്, ദാണ്ടെ ഇതേപോലത്തെ ഒരു ടേബിൾ ഫാൻ ഉണ്ട് കേട്ടോ. മുകളിൽ ഫാൻ കേടാണ്. പിന്നെ എന്തുവാ, ഒരു ടി വി ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് ദാണ്ടെ സ്റ്റാൻഡുള്ള ഒരു കട്ടിലും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹാളാണ് കേട്ടോ. ഇതിൻ്റെ ടേബിൾ ക്ലോത്ത് ഒക്കെ പിള്ളേർ വന്നിട്ട് പിച്ചാത്തി വെച്ച് കീറി 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 ഈ പരുവാക്കുന്നതാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഒരു ഹോൾഡ് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അവിടെയാണ് കുട്ടികളുടെ ബാഗൊക്കെ ഇടുന്നത്. ഇത് നമ്മുടെ കിച്ചണാണ് കേട്ടോ, ചെറിയ കിച്ചണാണ്. എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അതാണ്ട് ഉമ്മ മീൻകറി വെച്ചിട്ട് പോയതാണ്. പിന്നെ നമുക്ക് ദാണ്ടെ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തരിക്കഞ്ഞിയാണ് കേട്ടോ. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ചോറും കറികളും ആണ് കേട്ടോ. പിന്നെ ദാണ്ടെ തരിക്കഞ്ഞിയുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കേട്ടോ. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ദാണ്ടെ ഒരു തൊട്ടുണ്ട് കേട്ടോ. അതെ, പുറത്ത് ഒരാൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കുക സമയമായി കേട്ടോ. അപ്പൊ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചു കേട്ടോ. സമൂസയും കട്ട്ലേറ്റും മുട്ട ബജിയും ഉണ്ട് കേട്ടോ. മുന്തിരി ഉണ്ട്, കലക്കിയ വെള്ളമുണ്ട്, ഈന്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദാണ്ടെ ബാങ്കൊക്കെ കൊടുത്തു, നമ്മുടെ നോമ്പൊക്കെ തുറക്കാണ് കേട്ടോ. ആദ്യം തന്നെ ഈന്തപ്പഴം വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ മുന്തിരി കഴിച്ചു കേട്ടോ. സമൂസ കഴിച്ചു കേട്ടോ. ഞാൻ ഒരു സമൂസ എടുത്തോളൂ, ഇവളാണെങ്കിൽ ഒരു കട്ട്ലേറ്റും എടുത്തു കേട്ടോ. രാവിലെ മുതലാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പനിയുടെ നല്ല ലക്ഷണമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര നിർബന്ധമാണ്. ദാണ്ടെ ഈ ഒരു സോസും എടുത്തുകൊണ്ട് നടക്കുവാണ് കേട്ടോ. ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു, ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർത്ത് വെച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ ചോറ് കഴിച്ചിട്ട്. അതുകൊണ്ട് നമ്മളിന്ന് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. എനിക്ക് കുത്തരിയുടെ ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇന്ന് കുത്തരിയല്ല, വെള്ളയരി ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയത്താഴത്തിനും കൂടെ കണക്കാക്കിയാണ് നമ്മൾ ചോറ് വെക്കുന്നത്. അങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറിയായിട്ട് നല്ല മങ്കട കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കറിക്ക്. ഇപ്പോൾ വേറെ പച്ചക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനെന്നാ മുട്ട വറുക്കാൻ ഓർത്തോട്ടോ. പിന്നെ ഇച്ചിരി അച്ചാറും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ തന്നെ മുട്ട വറുക്കാൻ വേണ്ടി എടുക്കുവാണേ. മുട്ട വറുക്കുന്ന സമയത്ത് ഞാനൊന്നും ചേർക്കാറില്ല കേട്ടോ. ഒന്നും ചേർക്കാത്തത് വേറൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ, മടിയായത് കൊണ്ടിട്ടാണ്. ദാണ്ടെ ഉപ്പ് പോലും ഞാൻ ചേർക്കാറില്ല കേട്ടോ. എന്നിട്ട് ദാണ്ടെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇതാക്കിയിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉമ്മയുടെ നെല്ലിക്കാച്ചാറും ഉണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ ചോറും കറിയും കഴിക്കുന്ന രസമൊന്നും ഒരു പലഹാരവും കഴിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഞാൻ മിക്കവാറും ഇടയത്താഴത്തിന് ചിലപ്പോഴൊക്കെ ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ കഴിക്കാറുള്ളത്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഓഫീസിൽ പോകണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. നാളെ ഒരു റിലാക്സേഷൻ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം നാളെ മാക്സിമം രീതിയിൽ ഇച്ചിരി കിടന്ന് ഉറങ്ങാമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പം നാളെ ആകുമ്പോൾ അറിയും കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ചോറ് കഴിക്കുവാണ് കേട്ടോ. എൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ മുഴുവൻ നോയമ്പും പിടിച്ചു കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം അവക്കാണ് ഞാൻ ആദ്യത്തെ ഉരുള കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ കുഴക്കുന്ന കണ്ടപ്പോഴേ അവൾക്ക് കൊതിയ എന്ന് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാലും ഞാനിങ്ങനെ ഉരുട്ടി കഴിക്കാറില്ല കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോസിലൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ഉരുട്ടലിനോട് എന്തോ ഒരു സ്നേഹം തോന്നി. എനിക്ക് കൈവെള്ളയിൽ അധികം ചോറ് പറ്റുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതാണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.